ഞങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ഫിസിക്സ് സബ്ജക്റ്റിന് ഞങ്ങൾക്കൊരു ടീച്ചറാണ് വന്നുകൊണ്ടിരുന്നത്. ഇവർ ആക്ച്വലി ഞങ്ങളെ വന്നാൽ കാര്യമായിട്ട് പഠിപ്പിക്കുകയൊന്നുമില്ലായിരുന്നു. ഒരു 1 അവർ ക്ലാസ്സിൽ ഒരു 40 മിനിറ്റ്സോടത്തോളം ഇവരുടെ സ്റ്റോറി ആയിരിക്കും. അത് ഇവരുടെ ഹസ്ബൻഡ്, ഇവരുടെ കുട്ടി, പിന്നെ ഇവരെങ്ങനെയാണ് ഇത്ര നിലനിർത്തിയത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു 1 അവർ ക്ലാസ് ഉണ്ടെങ്കിൽ ഈ 1 അവറിൽ ഒരാൾ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് യാതൊരു നിർബന്ധം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് 20 to 40 മിനിറ്റ്സ് നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ ബാക്കി മിനിറ്റ്സിൽ ഇങ്ങനെ അത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ പോരെ ഇവർക്ക് ഇങ്ങനത്തെയുള്ള സ്റ്റോറീസൊക്കെ പറയണ്ടേ. ഞങ്ങളുടെ കുറേ ടൈം അവർ കാരണം പോയി. ഇന്നത്തെ പോലെ യൂട്യൂബിൽ പോയി ലെക്ചേഴ്സ് ഉണ്ട് പഠിക്കാം എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഞങ്ങളെ കുറേ സമയം പോയതിനൊരു വിഷമമുണ്ട്. അത് മാത്രമല്ല, പിന്നീട് ഇവർ ഞങ്ങളെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര പുച്ഛം, ഇവരെങ്കിലും എന്ന് എത്തിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് ഫിസിക്സിന് വന്നതൊരു സാറായിരുന്നു. സാറ് അടിപൊളിയായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. ഇപ്പോഴും സാറ് നല്ല എന്താ പറയുക, സാറിൻ്റെ ഒരു എഫേർട്ടും കൂടി ഉണ്ട് നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവരും നിന്നും ഞാൻ പറയുന്നത് ഒരു 100% എടുത്ത 20% ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ ക്ലാസ്സിൽ വരാനും ഇവരുടെ ഫാഷൻ സെൻസ് കാണിക്കാനും ഇങ്ങനെ കുറച്ച് സ്റ്റോറിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര കാരണം ടൈം എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള തിങ്. ആ സമയം പോയത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ഇപ്പോഴും.